എൻ്റെ മോനെ സൂക്ഷ്മദർശിനി ഇപ്പം കണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ. അത്ര ഇപ്പോൾ ഒരു മണിയാവുന്നു. ഞാൻ 9:30 ഷോയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ അടുത്തുള്ള മുകുന്ദ തിയേറ്റർ. ബാംഗ്ലൂർ മലയാളം ഫിലിംസൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. മോളിലെ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 250 മേലെ എന്തായാലും റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ബി ക്ലാസ് തിയേറ്ററാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാമാന്യം നമുക്ക് കാണാൻ പറ്റുന്നൊരു ക്വാളിറ്റിയൊക്കെ തരുന്നൊരു തിയേറ്ററാണ് മുകുന്ദ തിയേറ്റർ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. കാരണം നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു ഞാൻ എല്ലാ മീഡിയാസിലും മറ്റ് ബ്ലോഗേഴ്സൊക്കെ ചെയ്തത് കണ്ടത്. നല്ല സിനിമ, എനിക്കിഷ്ടപ്പെട്ടു. MC ജിതിൻ എന്നൊരു വ്യക്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അദ്ദേഹവും പിന്നെ വേറെ 2 ആളുകളും കൂടിയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തത്. അടിപൊളി സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, പക്ക ഒരു സ്ക്രിപ്റ്റൊക്കെ പറയില്ലേ, ഒരു ത്രില്ലർ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയ്ക്കുണ്ട്. സ്ക്രിപ്റ്റ് വൈസ്, ആക്ടിങ് വൈസ്, പിന്നെ എഡിറ്റിംഗ് വൈസ്, മ്യൂസിക്, BGM, ഇങ്ങനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കറക്റ്റായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. മുമ്പ് ഈ വർഷം ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ പടം എന്ന് പറയുന്നത് കിഷ്കിന്ധാ കാണ്ഡമാണ്. തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത്, നമ്മുടെ ഓണത്തിൻ്റെ സമയത്ത് തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ്. അതിന് ശേഷം ഇപ്പോൾ ഈ വർഷത്തെ ചിലപ്പോൾ ഏറ്റവും അവസാനത്തെ മലയാളം ത്രില്ലർ സിനിമയായിരിക്കും ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്നൊരു സിനിമ, നസ്രിയ ബേസിൽ. എൻ്റെ പൊന്നോ കിഡു പെർഫോമൻസാണ് സിനിമയിൽ. ഇവരുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഒരുപാട് ഇൻ്റർവ്യൂസുകൾ, ട്രോളുകൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പല രീതിയിലും ഒരു ഭയങ്കര ഫണ്ണി ആയിട്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഷ് ചെയ്യുന്ന രീതിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. 1-2 ഞാൻ കണ്ടിട്ടുമുണ്ട് സിനിമയെക്കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യല്ലോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ. എല്ലാം ഭയങ്കര കോമഡി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫൺ, ഏതാണ്ട് നമ്മളെ ജെ ഒക്കെ പോലത്തെ ഒരു ഫൺ മൂഡിൽ ഏറ്റവും അവസാനം ഒരു നല്ലൊരു മെസ്സേജൊക്കെ തന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു സിനിമയുടെ ട്രെയിലറും അങ്ങനെ കാണാറില്ല. പ്രൊമോഷൻ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണും. അപ്പോൾ ട്രെയിലർ കാണാതെ സിനിമയുടെ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ സിനിമ പോയി കണ്ടപ്പോൾ ഇതൊരു പക്കാ ഡാർക്ക് കോമഡി ത്രില്ലറാണ്. ഡാർക്ക് കോമഡി ത്രില്ലർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടഫായിട്ട് എടുക്കുന്നൊരു സബ്ജക്റ്റാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയി കഴിഞ്ഞാൽ ആ കോമഡിയൊക്കെ അൽക്കുലത്തായിട്ട് മാറും. അല്ലെങ്കിൽ ഡാർക്ക് കോമഡി എന്ന് ഉദ്ദേശിച്ചത് പക്ക ഒരു ട്രാഷ് കോമഡി ആകും. പിന്നെ ത്രില്ലർ, ഡാർക്ക് കോമഡിയും ഫണ്ണും എല്ലാ സംഭവവും കൂടെ ചേർത്തിട്ട് ഒരു ത്രില്ലർ സിനിമയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അത് ഈ സിനിമയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാതെ വയ്യ, ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. കിടിലൻ തിരക്കഥ തന്നെയാണ് സിനിമയ്ക്കുള്ളത്. കഥ ഞാൻ ചെറിയ രീതിയിൽ പറയാം, ഭയങ്കര സ്പോയിലറാവും. ഒരമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ മകൻ ആണ് മാനുവൽ, ബേസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ ഒരു കോളനി പോലുള്ള, കോളനി അല്ല, ഒരു നോർമൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഒരു ചുറ്റുവട്ടമൊക്കെ ഉണ്ടാവില്ലേ, നെയ്ബേഴ്സ്. അപ്പുറത്തൊരു ചേച്ചി ഉണ്ടാവും, നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ ഉണ്ടാവും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വളരെ സാധാരണ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കാണാവുന്ന രീതിയിലുള്ള ഒരു പ്രദേശം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അതിലൊരു കുടുംബമാണ് നസ്രിയും നസ്രിയുടെ ഫാമിലിയും. അമൽ പറമ്പിലൊക്കെയാണ്, അമൽ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നസ്രിയുടെ ഭർത്താവ്, ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ഒരു അമ്മച്ചി. ഒരു വലിയൊരു വീടാണ്, ഭയങ്കര കുറച്ച് അത്യാവശ്യം പൈസക്കാരാണ്. ഗ്രേസ് എന്നാണ് അമ്മച്ചിയുടെ പേര്. അമ്മച്ചിയുടെ പേരിലൊരു ബേക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാനുവൽ എന്നൊരു അമ്മച്ചിയുടെ മകൻ ആണ് ബേസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അമ്മച്ചിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മച്ചിയെ ശുശ്രൂഷിക്കാനായിട്ട് ആ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അമ്മച്ചിക്ക് അസുഖം വരുന്നു. അമ്മച്ചിയെ ഇടയ്ക്ക് കാണാതെ ആവുന്നു. അമ്മച്ചിക്ക് അൾഷിമേഴ്സാണ്. അപ്പോൾ അമ്മച്ചി ഇറങ്ങി നടക്കുന്ന കുറേ സ്വഭാവങ്ങൾ, അമ്മച്ചി ഇടയ്ക്ക് കാണാതെ ആവുന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു കിടപ്പ് വരുന്നത്. അപ്പോൾ ബേസിൽ, അതായത് ഇതിലെ മാനുവൽ എന്ന ക്യാരക്ടർ എന്തോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭയങ്കര പ്രിപ്പറേഷൻസ്, ഭയങ്കര ആ വീടിൻ്റെ അടുത്ത് ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുന്നു. എല്ലാവരുടെ മുമ്പിൽ ഒരു നല്ല വെള്ള ചമയുന്നു. ഒരു വേർഡായിട്ട് എന്തോ സംതിങ് പ്ലാൻഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റിലേക്ക് കണക്കാക്കിയിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ തൊട്ടടുത്താണ് നസ്രിയ അവതരിപ്പിക്കുന്ന പ്രിയ എന്നൊരു ക്യാരക്ടർ താമസിക്കുന്നത്. ഒരു അടുക്കള ഭാഗത്തുനിന്ന് ജസ്റ്റ് നോക്കിയാൽ
ബേസിലിൻ്റെ അതായത് മാനുവലിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് കാണാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രിയ നോക്കുന്ന സമയത്ത് മാനുവൽ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ ആളൊരു മൈക്രോബയോളജി പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് പ്രിയ എന്നൊരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഈ ഈ ഈ മാനുവലിൻ്റെ ഈ ഒരു ചെയ്തികളൊക്കെ പ്രിയ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ കുറേ കള്ളത്തരങ്ങളുണ്ടെന്ന് മനസ്സിലായി. അമ്മച്ചിയുടെ ജീവനം അപകടത്തിലാണെന്ന് മനസ്സിലായി. പണക്കാരാണ്, അമ്മച്ചിയെ എങ്ങനെ കൊന്നു കളഞ്ഞിട്ട് ആ സ്ഥലവും ഒക്കെ തട്ടിയെടുക്കാനായിട്ട് ചിലപ്പോൾ പ്ലാൻ ചെയ്തേക്കാം. ആ ഒരു പ്രിയ എന്ന ക്യാരക്ടറിന് അമ്മച്ചിയോട് ചെറിയൊരു ഇൻറ്റിമസിയൊക്കെ തോന്നുന്നു. ആ അമ്മച്ചിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെ മാനുവലിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് അപ്പുറത്തുള്ളൊരു ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് പ്രിയ. പ്രിയ തടയാൻ ശ്രമിക്കുന്ന ആ ഒരു പ്ലാൻ, ആ ഒരു കാര്യം എന്താണ്, അതാണ് ഈ സിനിമ. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് വരെ ഒരു നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ത്രില്ലിങ് മോഡിൽ അങ്ങനെ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. നമ്മളിതുവരെ കണ്ടതിൻ്റെ കുറച്ച് ഏറ്റവും ക്ലൈമാക്സ് ട്വിസ്റ്റിന് മുന്നേ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത് ഞാൻ ഒട്ടും പ്രഡിക്റ്റ് ചെയ്തില്ല. ഏറ്റവും ക്ലൈമാക്സിലേക്കുള്ള സാധനം നമുക്ക് എന്തായാലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇയാളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നെ മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടാണുള്ള കാരണം ഒരു വീക്ക് ക്യാരക്ടർ ഒരു കാരണമാണ്. പക്ഷെ ആ ഒരു സമുദായത്തിൽ പെടുന്ന കുറേ ആളുകൾക്ക് ചിലപ്പോൾ അതൊരു അഭിമാനക്ഷതമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു കാരണം ഈ ഒരു കൃത്യം ചെയ്യാനായിട്ട് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ബേസിലാണെന്നോ നസ്രിയാണെന്നോ ഒന്നും പറയുന്നില്ല, ഈ സിനിമയിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലൊരു OTT വരുമ്പോൾ വെറുതെ ഇരുന്ന് അയ്യോ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു എക്സ്പീരിയൻസ് വരും, എന്നൊരു അനുഭവം നിങ്ങൾക്ക് തോന്നും. അപ്പോൾ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. ആ ഒരു മൂഡ്, ആ ഒരു ത്രില്ലിംഗ് മൂഡ് എൻജോയ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം. സീ യു.